ഹായ് എല്ലാവർക്കും സ്വാഗതം. നമ്മളെക്കുറിച്ച് തന്നെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്? നമ്മൾ ആരാണെന്ന് എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെയൊരു യാത്രയിലേക്കാണ് പോകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്താൻ. അപ്പോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്താണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ? ശരിക്കും എന്താണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്? നിങ്ങളുടെ ചിന്തകളോ ഓർമ്മകളോ അതോ ഈ കാണുന്ന ശരീരമാണോ? ഇതിന്റെ ഉത്തരം ഒരുപക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. ദാ ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. എന്തൊരു വലിയ സംഖ്യയാണല്ലേ ഇത്! 100 ട്രില്യൺ. ഒരു നിമിഷം ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കൂ. എന്തായിരിക്കും ഇത്? ഒരു ഊഹമുണ്ടോ? ശരി, ഇനി അധികം ആകാംക്ഷ വേണ്ട. ഈ 100 ട്രില്യൺ അത് മറ്റൊന്നുമല്ല, ഒരു ശരാശരി മനുഷ്യന്റെ, അതായത് നിങ്ങളുടെയൊക്കെ കുടലിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഈ വലിയ സമൂഹം ജീവിക്കുന്നത്. 100 ട്രില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ദാ ഇങ്ങനെ നോക്കാം. 1-14 പൂജ്യങ്ങൾ. ഒന്ന് എണ്ണി നോക്കാൻ ശ്രമിച്ചു നോക്കും. നമ്മുടെ തല കറങ്ങിപ്പോകും. അത്രയ്ക്കും ഭീമമായൊരു സംഖ്യയാണിത്. അപ്പോൾ ഈ സംഖ്യ എത്ര വലുതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്കിതിനെ ഒന്ന് വേറെ ചില കാര്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കാം. അപ്പോഴാണിതിന്റെ യഥാർത്ഥ വ്യാപ്തി നമുക്ക് പിടികിട്ടുക. നമ്മുടെ ഉള്ളിലുള്ള ഈ ലോകം എത്ര വലുതാണെന്നറിയണ്ടേ? ദാ ഇത് നോക്കൂ. ഇത് ശരിക്കും നമ്മളെ നെട്ടിക്കും. നമ്മുടെ സ്വന്തം ശരീരത്തിൽ ഏകദേശം 30 ട്രില്യൺ മനുഷ്യകോശങ്ങളേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കൂടെ താമസിക്കുന്ന സൂക്ഷ്മജീവി കോശങ്ങളുടെ എണ്ണമോ 100 ട്രില്യൺ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടേതെന്ന് നമ്മൾ പറയുന്ന കോശങ്ങളെക്കാൾ 3 ഇരട്ടിയിൽ കൂടുതൽ അന്യകോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഇതിന്റെയൊക്കെ അർത്ഥമെന്താണ്? ലളിതമായി പറഞ്ഞാൽ ഇതാണ് കാര്യം. നിങ്ങൾ മനുഷ്യനേക്കാൾ കൂടുതൽ സൂക്ഷ്മജീവിയാണ്. ഒരു നിമിഷം അതൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കൂ. നമ്മൾ മനുഷ്യരാണെന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. പക്ഷേ കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണല്ലേ? ഇനി നമുക്ക് ഭൂമി വിട്ട് പ്രപഞ്ചത്തിലേക്ക് തന്നെ നോക്കാം. ഒരു താരതമ്യത്തിനു വേണ്ടി. നമ്മുടെ ഉള്ളിൽ 100 ട്രില്യൺ ജീവികളുണ്ട്. ഇനി നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗ അഥവാ മിൽക്കി വേയുടെ കാര്യമെടുക്കാം. അതിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്നറിയാമോ? ഏകദേശം 100 മുതൽ 400 ബില്യൺ വരെ മാത്രം. അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ. നമ്മുടെ ഗാലക്സിയിലെ മുഴുവൻ നക്ഷത്രങ്ങളെക്കാളും എത്രയോ അധികം ജീവികളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജീവിക്കുന്നത്. അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. അപ്പോ ആരാണ് ഞാൻ? അല്ലെങ്കിൽ ആരാണ് നമ്മൾ? നമ്മൾ നമ്മളെക്കുറിച്ച് വെച്ച് പുലർത്തിയിരുന്ന ധാരണകളെയെല്ലാം പുനർവിചിന്തനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതെ, നമ്മൾ ഓരോരുത്തരും വെറുമൊരു വ്യക്തിയല്ല. സത്യത്തിൽ നമ്മളൊരു ആവാസവ്യവസ്ഥയാണ്. നടക്കുന്ന, സംസാരിക്കുന്ന, ജീവിക്കുന്ന ഒരു ഈക്കോസിസ്റ്റം. കോടിക്കണക്കിന് സൂക്ഷ്മജീവികൾക്ക് വീടൊരുക്കുന്ന ഒരു ചലിക്കുന്ന ലോകം. ഇതിനെ ശാസ്ത്രലോകം ഒരു പുതിയ പേര് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സൂപ്പർ ഓർഗാനിസം. അതായത് നമ്മൾ ഒറ്റയ്ക്കൊരു ജീവിയല്ല, മറിച്ച് നമ്മളെന്ന ഹോസ്റ്റും നമ്മുടെ ഉള്ളിലെ കോടിക്കണക്കിന് അതിഥികളും ചേർന്നൊരു വലിയ സൂപ്പർ ജീവിയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ കുഞ്ഞൻ ജീവികൾ വെറുതെ നമ്മുടെ ഉള്ളിൽ താമസിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരിക്കലുമല്ല. അവ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും ഇടപെടുന്നുണ്ട്. നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നതു മുതൽ രോഗങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധശേഷി തരുന്നതുവരെ, എന്തിനേറെ നമ്മുടെ സന്തോഷത്തെയും സങ്കടത്തെയും വരെ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് പങ്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ റിമോട്ട് കൺട്രോൾ ഒരു പരിധിവരെ ഇവരുടെ കയ്യിലാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇതാണ്: നമ്മൾ ഒരിക്കലും തനിച്ചല്ല, ഒരു നിമിഷം പോലും. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴും നമ്മുടെ ഉള്ളിൽ കോടിക്കണക്കിന് ജീവനുകളുടെ ഒരു ലോകം തന്നെയുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഒരു നിമിഷം ഇതൊന്നോർക്കുക. നിങ്ങൾ ആരുടെ ആരോഗ്യത്തിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്? നിങ്ങളുടെ മാത്രമോ? അതോ നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ആ 100 ട്രില്യൺ ജീവികളുടെ കൂടെ ആരോഗ്യത്തിനോ? ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം.